ഷെല്ലാക്രമണത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം എന്നെ രക്ഷിക്കൂ എന്ന് ഞാൻ നിലവിളിച്ചു. എനിക്ക് വീണ്ടും സ്കൂളിൽ പോകണം. എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് മിസ് ചെയ്യുന്നു. ദയവായി ഞങ്ങളെ ഭയമില്ലാതെ ജീവിക്കാൻ അനുവദിക്കൂ. കശ്മീർ സ്വദേശിയായ 7 വയസ്സുകാരി അയത്ത് ദേശീയ മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണിവ. അയത്ത് മാത്രമല്ല, കശ്മീർ എന്ന സുന്ദരമായ താഴ്വരയിലെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ഭീതിയിലാണ്. എത്രയോ തലമുറകളാണ് ഇതേ ഭീതിയിലൂടെ ഇവിടെ കടന്നുപോയിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 1947 മുതൽ ആശങ്കകൾക്ക് നടുവിൽ ജീവിക്കേണ്ടി വന്ന ഒരു ജനതയാണ് കശ്മീരിലേത്. പഹൽഗാമിലെ ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും അതിവൈകാരികതയുടെ ആഘോഷമാക്കി മാറ്റിയ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളും അവർക്കൊപ്പം ചേർന്ന് യുദ്ധത്തിനായി മുറവിളി കൂട്ടിയവരും ഒരുപക്ഷെ ഈ മനുഷ്യരെക്കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടാകില്ല. ഭീകരാക്രമണത്തിന്റെയും സൈനിക നടപടികളുടെയും അവർക്ക് പങ്കാളിത്തമില്ലാത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും പാർശ്വഫലങ്ങൾ എത്രയോ കാലമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനം എന്ന കശ്മീരിന്റെ സ്വപ്നത്തിന് 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തോടെ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര തർക്കങ്ങളിലൊന്നാണിത്. 1947 ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി കശ്മീരിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. UN മുൻകൈയിലുണ്ടായ അന്നത്തെ വെടിനിർത്തൽ കരാറോടെ കശ്മീർ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അശാന്തമായ ഒരു നീണ്ട കാലത്തിന്റെ തുടക്കമായി ആ യുദ്ധം മാറി. വെടിയൊച്ച കേൾക്കാത്ത ദിവസങ്ങൾ പിന്നീട് താഴ്വരയുടെ ചരിത്രത്തിൽ അപൂർവമായി മാറി. കശ്മീർ ജനങ്ങൾക്കിടയിൽ ഒരു പ്ലെബിസൈറ്റ് അഥവാ ജനാഭിപ്രായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന UN നിർദ്ദേശം ആരും കേൾക്കാൻ തയ്യാറായതുമില്ല. ഉഭയകക്ഷി ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും തർക്കങ്ങൾ പരിഹരിക്കും എന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച സിംല കരാറും കശ്മീരിൽ സമാധാനം കൊണ്ടുവന്നില്ല. 80കളായപ്പോഴേക്കും സംസ്ഥാന ഭരണത്തിലെ അസ്ഥിരതകളും കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടികളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഭീകര സംഘടനകൾക്ക് സഹായം നൽകുന്ന പാകിസ്ഥാന്റെ ഇടപെടലുകളും തെരഞ്ഞെടുപ്പ് അട്ടിമറികളും മതപരമായ സംഘർഷങ്ങളും കശ്മീർ താഴ്വരയിലെ ജീവിതം കൂടുതൽ സംഘർഷഭരിതമാക്കി. സ്വതന്ത്ര കശ്മീരിനായുള്ള വിഘടനവാദ ഗ്രൂപ്പുകളുടെ സായുധ പ്രവർത്തനങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ശ്രമങ്ങളും സമാധാന ജീവിതം തീർത്തും അസാധ്യമാക്കി തീർത്തു. 90കളോടെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിനപ്പുറം പലവിധ മാനങ്ങളിലേക്ക് കശ്മീർ പ്രശ്നം വളർന്ന് വലുതായി. കാർഗിലിലെ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 നടന്ന സായുധ ഏറ്റുമുട്ടൽ കശ്മീരിലെ സ്ഥിതി പിന്നെയും വഷളാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നായി മാറി കശ്മീർ. 1990 ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകി. നിരന്തരമായ സുരക്ഷാ പരിശോധന, രാത്രികാല കർഫ്യൂ, വിചാരണകളില്ലാത്ത അറസ്റ്റുകൾ തുടങ്ങിയവ താഴ്വരയിൽ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചു. അങ്ങനെ അങ്ങേയറ്റം നിസ്സഹായതയിൽ നിൽക്കുമ്പോഴാണ് 2019 BJP സർക്കാർ കശ്മീരിന്റെ സ്വയംഭരണാവകാശ പദവി റദ്ദ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നത്. അതോടെ കേന്ദ്ര സർക്കാരിന്റെ കശ്മീരിലെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ആക്കം കൂടി. കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തിന് മോദി സർക്കാർ വലിയ പിന്തുണ നൽകുകയും എല്ലാവർക്കും സുരക്ഷ ഉറപ്പു നൽകുകയും ഉണ്ടായി. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിൽ 29 ലക്ഷത്തോളം സഞ്ചാരികളാണ് എത്തിയത്. 2023 27.1 ലക്ഷവും 2022 26.7 ലക്ഷവുമായിരുന്നു സഞ്ചാരികളുടെ എണ്ണം. ടൂറിസം വളരുന്നതിനിടയിലാണ് 2025 ഏപ്രിൽ 22 പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 95ലും 2002ലും 2006ലും പഹൽഗാമിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അത്തരമൊരു മേഖലയിൽ എന്തുകൊണ്ട് വേണ്ടത്ര സുരക്ഷയുണ്ടായിരുന്നില്ല എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല. ആർട്ടിക്കിൾ 370 പിൻവലിച്ച ശേഷം കശ്മീർ സുരക്ഷിതമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം കൂടിയാണ് പഹൽഗാം സംഭവത്തോടെ തകർന്നുപോയത്. 370 പിൻവലിച്ച ശേഷം കശ്മീരി പണ്ഡിറ്റുകളെ സർക്കാർ ജോലി നൽകി കശ്മീരിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പഹൽഗാം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി പറയുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് അതിൽ മുന്നിലുണ്ടായിരുന്നത്. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി താഴ്വരയിൽ തിരിച്ചെത്തിയ ചില പണ്ഡിറ്റുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കേന്ദ്ര സർക്കാർ ഗൗരവമായി കണ്ടില്ല എന്നതാണ് പഹൽഗാം സംഭവം വ്യക്തമാക്കുന്നത്. കശ്മീർ പണ്ഡിറ്റുകൾ നേരിടുന്ന പ്രശ്നത്തെ മുൻനിർത്തി
രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് BJP എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പലരുടെയും സ്ഥാപിത താൽപ്പര്യങ്ങൾ കശ്മീരിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം തീർത്തും ദുരിതപൂർണമാക്കി മാറ്റി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പഠിക്കുന്ന കശ്മീർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമങ്ങളുണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ കശ്മീരികളെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെട്ടു. അവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ വ്യാപകമായി. അതേസമയം പ്രാചീന കാലം മുതൽ മതഭേദമന്യേ കശ്മീർ താഴ്വരയിൽ നിലനിന്നിരുന്ന സഹവാസ മൂല്യങ്ങളെ മുൻനിർത്തി കശ്മീർ ജനത പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തള്ളിപ്പറഞ്ഞ് തെരുവിലിറങ്ങി. മതത്തിനപ്പുറമുള്ള കശ്മീരിയത്തെന്ന സഹവാസ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ച് മെഴുകുതിരികൾ തെളിച്ച് പ്രകടനം നടത്തി. തിരിച്ചടിക്കായുള്ള ആഹ്വാനത്തിനിടയിൽ തുടരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളും സൈനിക നടപടികളും താഴ്വരയിലെ മനുഷ്യർക്കുണ്ടാക്കിയ നഷ്ടങ്ങളുടെ കണക്കുകൾ ആരും പറഞ്ഞതേയില്ല. സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏറ്റുമുട്ടലുകളിലും ഭീകരാക്രമണങ്ങളിലുമായി ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത് 22,417 മനുഷ്യരാണ്. 2000 മാർച്ച് 6 മുതൽ 2025 ഏപ്രിൽ 23 വരെ 12,037 ആക്രമണ സംഭവങ്ങളിലായിട്ടാണ് ഇത്രയും മരണമുണ്ടായത്. ഇതിൽ 4,980 പേർ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നത് കശ്മീരിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നു. വളരെ സാധാരണക്കാരായ കൃഷിയും സീസണൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വരുമാനം നഷ്ടപ്പെട്ടവർ, പേടിച്ച് വീടുപേക്ഷിച്ചു പോയവർ, ആക്രമണങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർ, പരിക്കേറ്റവർ, യുദ്ധമുണ്ടാകുമോ എന്ന ഭീതിയിൽ ജീവിക്കുന്നവർ, മരണപ്പെട്ടവർ, കാണാതായവർ, ഇതൊക്കെയാണ് ഏത് സംഘർഷവും കശ്മീരിൽ ബാക്കിയാക്കുന്നത്. പഹൽഗാമിന് ശേഷം ഇന്ത്യൻ മാധ്യമങ്ങൾ ഒന്നാകെ യുദ്ധത്തിനായി മുറവിളി കൂട്ടിയപ്പോൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് കളി കാണുന്ന ലാഘവത്തോടെ വീടുകളുടെ സുരക്ഷിതത്വത്തിലിരുന്ന് നമ്മളിൽ പലരും അതിൽ പങ്കാളികളായി. അപ്പോഴെല്ലാം കശ്മീരിലെ മനുഷ്യർ ഡ്രോണോ മിസൈലോ അതോ അണുവായുധമോ എന്താകും ഇന്ന് തങ്ങളെ തേടിയെത്താൻ പോകുന്നത് എന്ന ഭീതിയിൽ കഴിയുകയായിരുന്നു എന്ന് മറന്നുപോകരുത്. എന്നാകും ആ ഭയത്തിൽ നിന്ന് അവർക്കൊരു മോചനമുണ്ടാവുക?